പരമ്പരാഗത തൊഴിലായ കുട്ടനെയ്ത്തിനെ കൈവിടാതെ ഇന്നും ഒരു ആദിവാസി കുടുംബം. ഉപ്പുതറ കണ്ണമ്പടി കോയിൽപുര അമ്മണിയും മക്കളുമാണ് ഇന്നും കുട്ട, വട്ടി, പനമ്പ് എന്നിവ നെയ്ത് ജീവിതം മുമ്പോട്ട് പോകുന്നത്. പുതിയ തലമുറ കൈവിട്ട തൊഴിലിനെ കൈവിടാതെ പരമ്പരാഗത തൊഴിൽ ചെയ്ത് ജീവിതം കരുപിടിപ്പിക്കുകയാണ് ഈ ആദിവാസി കുടുംബം. വർഷങ്ങൾക്ക് മുമ്പ് ഏത് ആദിവാസി വീടുകൾക്ക് മുന്നിലും ഒരു താണ്ടിക കാണാം. മുറ്റത്തോട് ചേർന്ന് ചെറിയ മുഴക്കൂരുകൾ പാകി അതിനു മുകളിൽ ഓല മറച്ചു കെട്ടുന്നതാണ് താണ്ടിക. ആ വീടുകളിലെ അടുപ്പുകളിൽ തീ പുകയുന്നത് ഈ താണ്ടികകളിൽ ഇരുന്ന് അവർ നെയ്ത കുട്ടയും മുറവും വിറ്റ് കിട്ടുന്ന പണം കൊണ്ടായിരുന്നു. എന്നാൽ ഇന്ന് താണ്ടികയും അകന്നു, കുട്ടകെട്ടും ഇല്ലാതായി. എന്നാൽ ഈ തൊഴിലിനെ കൈവിടാതെ ചില കുടുംബങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഒരാൾ ദിവസം 4-5 കുട്ടകളോ മുറമോ നെയ്യും. പ്ലാസ്റ്റിക്, അലൂമിനിയം പാത്രങ്ങൾ അടുക്കള കൈയേറുന്നതിന് മുമ്പ് സാമ്പാവ് സമുദായക്കാരുടെ കുട്ടയും മുറവുമാണ് അടുക്കള ഭരിച്ചത്. പിന്നീട് സ്ഥിതി മാറി. പ്ലാസ്റ്റിക്കിന്റെ വരവോടെ ഈറ്റ കൊണ്ടുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ആർക്കും വേണ്ടാതായി. അങ്ങനെ കുട്ടകൾക്കും മുറങ്ങൾക്കും ആവശ്യക്കാരില്ലാതെ. എന്നാൽ പൂർവരിയിൽ നിന്ന് കൈമാറിക്കിട്ട കൈത്തൊഴിൽ കൈവിടാൻ കൂട്ടാക്കാതെ ഇന്നും താണ്ടികകളില്ലെങ്കിലും വീടുകളിലിരുന്ന് കുട്ടയും മുറവും നെയ്യുന്നവരുണ്ട് കണ്ണമ്പടി. 15 വയസ്സിൽ പഠിച്ച തൊഴിൽ 77-ാം വയസ്സിലും അമ്മണി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. മക്കള് ഈറ്റ കൊണ്ടുത്തന്നവന് ഉണ്ടാക്കിയതാണ് അവന്മാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനകത്തിന് നമ്മളത് പൊളിയെടുത്ത് മഴ ആയതുകൊണ്ട് നമുക്ക് ചേരുണ്ട്. ചേരെന്ന് പറയുന്ന ഒരു സാധനം അതിന് മുകളിൽ തീ എത്തിക്കുന്നതിൻ്റെ മുകളിൽ ടോണൊക്കെ എടുക്കും. എന്നിട്ട് നുള്ളുന്നതിൻ്റെ സൈഡെല്ലാം കളഞ്ഞിട്ട് ഇതേപോലെ ഈ സാധനം ഉണ്ടെങ്കിൽ നമ്മളെ കൈ മുറിയും. ഇതിങ്ങനെ നമ്മൾ നുള്ളി കളഞ്ഞിട്ട് ഒഴിവു സമയങ്ങളിലാണ് കുട്ടയും മുറവും നെയ്യുന്നത്. ആൺമക്കൾ ഈറ്റ കൊണ്ടു നൽകും. അമ്മണിയും പെൺമക്കളും ചേർന്ന് നെയ്യുന്ന കുട്ടയും ആൺമക്കൾ തന്നെ വിൽപ്പന നടത്തും. അമ്മണി മക്കൾക്ക് തൊഴിൽ പകർന്നു നൽകിയെങ്കിലും 3-ാം തലമുറയുള്ളവർക്ക് ഈ തൊഴിലിനോട് താല്പര്യമില്ല. കൊട്ട നെയ്യാൻ അറിയാം. അങ്ങനെ ഇപ്പോൾ ഇപ്പോഴത്തെ പിള്ളേർക്ക് അങ്ങനെ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ ചോദിച്ചാലും പറയൂ അതിൻ്റെ ആവശ്യമൊന്നുമില്ലെന്ന് പറയും. വേറെ പണിയൊന്നുമില്ലെന്ന് ചോദിച്ചു ഞങ്ങളോട്. ഇത് ഞങ്ങളുടെ കാലം കഴിയുമ്പോഴത്തേന് നിന്ന് പോകും. പുതിയ തലമുറയ്ക്ക് അങ്ങനെ ഇതിനൊരു താല്പര്യമൊന്നുമില്ല. ആദിവാസി മേഖലയിൽ അന്യം നിന്ന് പോയ ഈ തൊഴിൽ ഇന്നും അപൂർവം ചില ആളുകളാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിർമ്മിക്കുന്ന മുറവും കുട്ടയ്ക്കും ചിലവുണ്ടെന്നും ഇവർ പറയുന്നു. KK ജയകുമാർ, ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.